നമസ്കാരം, ഞാൻ വികാസ് ഭദ്ര. എല്ലാവർക്കും ആർട്ട് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് ഉപയോഗിച്ച് ടേബിളിൽ ഒരു പാക്കറ്റ് ബ്രെഡും ജാമും ഇരിക്കുന്നത് വരച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൻ്റെ ബേസിക് ആയിട്ടുള്ള ബോക്സ് ഫോം വരയ്ക്കാൻ നമ്മൾ പഠിച്ചതാണ്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൽ 2 വ്യൂ ആണ് വരയ്ക്കാൻ പഠിച്ചത്. ഒന്ന് ബേർഡ്സ് ഐ വ്യൂവും രണ്ടാമത് ആൻസ് ഐ വ്യൂ. ഇന്ന് വരയ്ക്കാൻ പോകുന്നത് ആൻസ് ഐ വ്യൂവിലാണ്. ടേബിളിൻ്റെ മുകളിൽ ഒരു പാക്കറ്റ് ബ്രെഡും ജാമും ഇരിക്കുന്നു. അത് ആൻസ് ഐ വ്യൂവിലാണ് വരയ്ക്കാൻ നോക്കുന്നത്. ആൻസ് ഐ വ്യൂവിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു ഉറുമ്പായിട്ട് സങ്കല്പിച്ചിട്ട് ഉറുമ്പ് എങ്ങനെ കാണുന്നു എന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ബ്രെഡിൻ്റെ പാക്കറ്റ് എന്ന് പറയുന്നത് ഒരുപാട് നിലകളുള്ള ഒരു ബിൽഡിംഗ് പോലെ സങ്കല്പിക്കാം. അത്രയും വലുതായിരിക്കും. അതുപോലെ ബ്രെഡും ജാമിൻ്റെ ബോട്ടിലും വരയ്ക്കാൻ കാരണം ഇത് രണ്ടിൻ്റെ ഫോം, ബേസിക് ഫോം എന്ന് പറയുന്നത് ഒന്ന് ഒരു ബോക്സ് ടൈപ്പും ജാം ഒരു സിലിണ്ട്രിക്കൽ ഫോമുമാണ്. അപ്പോൾ ഈ ഒരു 2 ഡ്രോയിങ് ചെയ്യുമ്പോൾ 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൽ ബോക്സ് ഫോമും സിലിണ്ട്രിക്കൽ ഫോമും വരയ്ക്കാൻ പ്രാക്ടീസ് ആവുകയും ചെയ്യും. ബോക്സിൻ്റെ ഫോം കഴിഞ്ഞ വീഡിയോയിൽ വരയ്ക്കാൻ പഠിച്ചതാണ്. ആൻസ് ഐ വ്യൂവിലാണ് ചിത്രം വരയ്ക്കുന്നത്. അതുകൊണ്ട് ഹൊറൈസൺ പേജിൻ്റെ ഏറ്റവും താഴത്ത് വരയ്ക്കുക. വാനിഷിംഗ് പോയിൻറ്റ് 1ഉം 2ഉം മാക്സിമം. ഇവിടെ ഞാനൊരു ബോർഡർ വരച്ചിട്ടുണ്ട്. ബോർഡറിൻ്റെ പുറത്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ വാനിഷിംഗ് പോയിൻറ്റ് 3യും ബോർഡറിന് പുറത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. മാക്സിമം ദൂരത്ത് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം ബേസിക് ഫോം വരച്ച് പ്രാക്ടീസ് ചെയ്യാം. ബ്രെഡിൻ്റെ ബോക്സ് ഫോമും ജാമിൻ്റെ സിലിണ്ട്രിക്കൽ ഫോമും. അപ്പോൾ പേപ്പറിൻ്റെ എവിടെ വേണം എന്ന ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം മെയിൻ ഡ്രോയിങ് ചെയ്യാം. നിഫ്റ്റ്, നാറ്റ, NID പോലുള്ള ഡിസൈൻ എൻട്രൻസ് എക്സാമുകളിൽ ആൻസ് ഐ വ്യൂവിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടേബിളിൽ ഉറുമ്പിരിക്കുന്നു. ഉറുമ്പിൻ്റെ മുമ്പിൽ ഒരു കപ്പും സോസറും ഇരിക്കുന്നു. അപ്പോൾ ഉറുമ്പിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആ കപ്പും സോസറും വരയ്ക്കുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് ബേസിക് പെർസ്പെക്റ്റീവിനെ കുറിച്ചുള്ള ഐഡിയ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആദ്യം ബോക്സ് ഫോമാണ് വരയ്ക്കുന്നത്. ബോക്സ് ഫോം വരച്ചതിന് ശേഷം ജാമിൻ്റെ പൊസിഷൻ എവിടെയാണ് വേണ്ടത് നോക്കുക. അതനുസരിച്ച് സിലിണ്ട്രിക്കൽ ഫോം വരയ്ക്കുക. പെർസ്പെക്റ്റീവിൽ സിലിണ്ട്രിക്കൽ ഫോം വരയ്ക്കുന്നതിന് വേണ്ടി ബോക്സ് ഫോം വരച്ച് അതിൽ നിന്നും സിലിണ്ടർ വരച്ചെടുക്കാം. ബോക്സ് ഫോം ഉപയോഗിച്ച് സിലിണ്ടർ വരയ്ക്കുന്ന വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ അത് കാണാൻ ശ്രമിക്കുക. ബ്രെഡിൻ്റെയും ജാമിൻ്റെയും ബേസിക് ഫോം നമ്മൾ 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് ഉപയോഗിച്ച് വരച്ചു. അടുത്തതായിട്ട് ഫൈനൽ ഡ്രോയിങ് ചെയ്യാം. ഇവിടെ കളർ പെൻസിൽസ് ഉപയോഗിക്കുന്നില്ല. പെൻസിൽസ് മാത്രമാണ് ഉപയോഗിച്ച് വരയ്ക്കാൻ പോകുന്നത്. 2B പെൻസിലും അതുപോലെ 4B പെൻസിൽസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 2B പെൻസിൽ ഉപയോഗിച്ച് ആദ്യം ഡ്രോയിങ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ താഴത്ത് ഐ ലെവൽ വരയ്ക്കുക. വാനിഷിംഗ് പോയിൻറ്റ് 1, 2, 3 മാർക്ക് ചെയ്യുക. ആദ്യം വരയ്ക്കുന്നത് ബ്രെഡിൻ്റെ ഫോമാണ്, ബോക്സ് ഫോം. ബോക്സ് ഫോം ആദ്യം വരയ്ക്കുക. അതിനുശേഷം ജാമിൻ്റെ ഡ്രോയിങ് ചെയ്യാനായിട്ട് മറ്റൊരു ബോക്സ് ഫോം വരച്ച് അതിൽ നിന്നും സിലിണ്ട്രിക്കൽ ഫോം വരച്ചെടുക്കുക. ജാമിൻ്റെ ഫോം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബ്രെഡിൻ്റെ പാക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈറ്റ് കുറച്ച് മതി.
ഏകദേശം ഒരു സ്ട്രക്ചർ ആയിട്ടുണ്ട്. ഇനി ഡീറ്റെയിലിങ്ങിലേക്ക് കിടക്കാം. ഓരോ ബ്രെഡ് വരയ്ക്കുമ്പോഴും അതിൻ്റെ ലൈൻസ് എല്ലാം തന്നെ വാനിഷിംഗ് പോയിൻറ്റ് 1ലേക്കും അതുപോലെ തന്നെ 2ലേക്കും പോകുന്നത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ സ്കെയിൽ ഉപയോഗിക്കണമെന്നില്ല, ഏകദേശം ഒരു ഐഡിയയിൽ വരച്ചാലും മതി. ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാം. അതുപോലെ തന്നെ മുകളിലേക്ക് പോകുന്ന ബ്രെഡ് സ്ലൈസസിൻ്റെ വീതി കുറച്ച് കൊടുക്കാം. അതും ഒരു ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യും. ഒരുപാട് ഡീറ്റെയിൽഡ് ഡ്രോയിങ് ചെയ്യുന്നില്ല, എങ്കിലും ആ ഒരു ബ്രെഡ് പാക്കറ്റിൻ്റെ ഫീല് കിട്ടാനായിട്ട് സൈഡിൽ ചെറുതായിട്ട് ലോഗോയോ അല്ലെങ്കിൽ കവറിൻ്റെ ഡിസൈനിങ് ഒക്കെ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബ്രെഡ് സ്ലൈസസിൻ്റെ ലൈൻസുകൾ സ്ട്രെയിറ്റ് ആവണമെന്നില്ല. ഒറിജിനൽ ബ്രെഡ് എന്ന് പറയുമ്പോൾ അത് പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല, ചെറിയൊരു കേർവ്സ് ഒക്കെ ഉണ്ടാവും. ഒരു ബേസിക് ഷെയ്ഡിങ് കൊടുക്കാം. ഒരു സൈഡ് അല്പം ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടി 3D എഫക്റ്റ് കിട്ടും. അടുത്തായിട്ട് ജാം ബോട്ടിൽ ഡീറ്റെയിലിംഗ് ചെയ്യാം. ഷെയ്ഡ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ബേസിക് ഷെയ്ഡിങ് ടെക്നിക്സ് പഠിച്ചതിന് ശേഷം ചെയ്യാൻ ശ്രമിച്ചാൽ മതി, അല്ലെങ്കിൽ ഔട്ട്ലൈൻസ് മാത്രം വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഹാച്ചിങ്, ക്രോസ് ഹാച്ചിങ്, ഷെയ്ഡിങ് ടെക്നിക്സിൻ്റെ വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ബേസിക് ടെക്നിക്സ് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ ഡ്രോയിങ് ഫിനിഷായി. ഡ്രോയിങ് പഠിച്ച് തുടങ്ങിയിട്ടുള്ളവർ ആദ്യം ബേസിക് സ്ട്രക്ചർ വരച്ച് പ്രാക്ടീസ് ചെയ്യുക, അതിനുശേഷം ഫൈനൽ ഡ്രോയിങ് ചെയ്യുക. ഈ വീഡിയോയിൽ ഒരു ഡ്രോയിങ് കൂടി ചെയ്യുന്നുണ്ട്. സെയിം ബ്രെഡും ജാമും തന്നെയാണ്, പക്ഷേ ഫ്രീ ഹാൻഡ് പെർസ്പെക്റ്റീവ് സ്റ്റൈലിലാണ് വരയ്ക്കാൻ പോകുന്നത്. ഫ്രീ ഹാൻഡ് പെർസ്പെക്റ്റീവ് എന്ന് പറയാൻ കാരണം ഈ ഒരു ഡ്രോയിങ്ങിൽ സ്കെയിൽ ഉപയോഗിക്കുന്നില്ല, ഇറേസർ ഉപയോഗിക്കുന്നില്ല.
അതുപോലെ തന്നെ വാനിഷിംഗ് പോയിൻറ്റ് 1, 2, 3 മാർക്ക് ചെയ്യുന്നില്ല, അത് ഇമാജിൻ ചെയ്യാൻ പോവുകയാണ്. അതായത് വാനിഷിംഗ് പോയിൻറ്റ് 1ഉം 2ഉം ഇന്ന സ്ഥലത്തുണ്ട്, അതുപോലെ 3 ഇന്ന ഒരു പൊസിഷനിലുണ്ട് എന്ന് ഇമാജിൻ ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, കറക്റ്റ് പെർസ്പെക്റ്റീവ് വാനിഷിംഗ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് വരയ്ക്കുമ്പോൾ നമ്മൾ കണ്ടു ആദ്യത്തെ ഒരു ഡ്രോയിങ്ങിൽ ബ്രെഡിൻ്റെ ഷേപ്പൊക്കെ മുകളിലേക്ക് പോകുന്നുള്ളൂ, പെട്ടെന്ന് തന്നെ നാരോ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഡ്രോയിങ് കൃത്യമായിട്ട് ആ ഒരു പേപ്പറിൽ കോമ്പോസിഷൻ എന്ന് പറയും. കോമ്പോസിഷനെ കുറിച്ച് വേറെ വീഡിയോസ് ചെയ്യുന്നതാണ്. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യുക, ആ പേപ്പർ കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്ന് പറയും. അത് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫ്രീ ഹാൻഡ് പെർസ്പെക്റ്റീവ് ഡ്രോയിങ് ആണ് നമ്മൾ കൂടുതലായിട്ട് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ, നമ്മളൊരു പെയിൻറ്റിങ് കോമ്പറ്റീഷൻ, ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ആദ്യമേ ചെയ്തതുപോലെ പെർഫെക്റ്റ് വാനിഷിംഗ് പോയിൻറ്റ് 1ഉം 2ഉം 3ഉം ഒന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ചില ടെക്നിക്കൽ ഡ്രോയിങ്സ്, ആർക്കിടെക്ട് ഡ്രോയിങ്സ്, അതുപോലെ നേരത്തെ പറഞ്ഞ ഡിസൈൻ എൻട്രൻസ് എക്സാംസ് ഒക്കെ ഉണ്ട്, നാറ്റ പോലെയുള്ള അത്തരത്തിലുള്ള എക്സാംസിലും അല്ലെങ്കിൽ അവിടെയൊക്കെയാണ് ആ ഒരു പെർഫെക്റ്റ് പെർസ്പെക്റ്റീവ് ടെക്നിക്സിൻ്റെ ആവശ്യം. സാധാരണ വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെല്ലാം തന്നെ ഫ്രീ ഹാൻഡ് പെർസ്പെക്റ്റീവിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ പെർസ്പെക്റ്റീവ് ടെക്നിക്ക് ഇതാണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിനെക്കുറിച്ചൊരു ഐഡിയ വേണം. അതിനാണ് നമ്മൾ ആ ഒരു ടെക്നിക്സ് പഠിക്കുന്നത്. അങ്ങനെ ഡ്രോയിങ് ഫിനിഷായി. ഇതുവരെ സ്കെയിലോ ഇറേസറോ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, അതുകൊണ്ട് ഇറേസർ ഉപയോഗിക്കുകയാണ്. പക്ഷേ മാക്സിമം ഉപയോഗിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. കൃത്യമായ പെർസ്പെക്റ്റീവ് ടെക്നിക്ക് ഉപയോഗിച്ച ഡ്രോയിങ്ങും ഫ്രീ ഹാൻഡ് പെർസ്പെക്റ്റീവ് ഡ്രോയിങ് തമ്മിലുള്ള വ്യത്യാസം കാണാം. ഫ്രീ ഹാൻഡ് പെർസ്പെക്റ്റീവ് ആയപ്പോൾ കോമ്പോസിഷൻ കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് പെർസ്പെക്റ്റീവ്, എന്താണ് അതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഫ്രീ ഹാൻഡ് പെർസ്പെക്റ്റീവ് ചെയ്യാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി കറക്റ്റായിരിക്കും. പെർസ്പെക്റ്റീവ് ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സ്കെയിലിൻ്റെയോ ഇറേസറിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കലോത്സവങ്ങളിലും ഡ്രോയിങ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ.
വ്യത്യസ്തമായ ആംഗിളുകളിലും വ്യത്യസ്തമായ രീതിയിലും വരയ്ക്കാൻ സാധിക്കും. ചിത്രങ്ങൾ രസമായിരിക്കും കാണാൻ. സമ്മാനം കിട്ടുക എന്നുള്ളത് രണ്ടാമത്. പക്ഷേ നമ്മുടെ ഒരു ഡ്രോയിങ് കാണാനായിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടാകും. നമ്മൾ വിചാരിക്കുന്ന ആംഗിളുകളിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾ വരാനുണ്ട്. അതുകൊണ്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.